രാജാതിരാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ദൈവം മഹത്വത്തിൽ അധിവസിക്കുന്നവനായിരിക്കുന്ന ദൈവം, ഉയരത്തിൽ അധിവസിക്കുന്ന ദൈവം, അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു ദൈവം. ഹല്ലേലൂയ. ദൈവമക്കളെ ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നൊരു ദൈവമെന്ന് കഴുകൻ ചിറക് വിടർത്തി തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തിനെ അത്ഭുതകരമായി വഴി നടത്തിയൊരു ദൈവം. ഹല്ലേലൂയ. 40 വർഷക്കാലം ആകാശത്ത് നിന്ന് മന്നയെ കൊടുത്ത് ഇസ്രായേൽ ജനത്തിനെ പോഷിപ്പിച്ച ഒരു ദൈവം. ഹല്ലേലൂയ. തീക്കൽ പാറയിൽ നിന്ന് വെള്ളത്തെ പുറപ്പെടുവിക്കുകയും കാടപ്പക്ഷിയെ അവർക്ക് കൊടുക്കുകയും പകൽ മേഘസ്തംഭത്തിൽ രാത്രി അഗ്നിത്തൂണിൽ ദൈവത്തിൻ്റെ മക്കളെ വഴി നടത്തിയ ആ കർത്താവിൻ്റെ കരം ഇന്ന് പകൽക്കാലവും കുറുകിപ്പോയിട്ടില്ല. കർത്താവിൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ദൈവസന്നിധിയിൽ ഓരോ ദിവസവും നാം അടുത്ത് വരുമ്പോൾ ഇതുപോലെ സ്വർഗീയമായിരിക്കുന്ന സകല പ്രൊവിഷനുകളും കരുതലുകളും നൽകി നമ്മെ സുരക്ഷിതമായി സംരക്ഷിച്ച് ഉള്ളം കയ്യിലെന്നതുപോലെ വഹിച്ച് നമ്മെ മുന്നോട്ട് നടത്തുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഭാരത്തെ, നമ്മുടെ സകല ആവശ്യങ്ങളെ, നമ്മുടെ സന്തോഷത്തെ എല്ലാം ഏൽപ്പിച്ച് നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കൃപയും കരുണയും നിറഞ്ഞ സ്വർഗീയ നല്ല പിതാവേ, അപ്പാ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. യഹോവ റാഫ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. യഹോവ ഷാലോം, സമാധാനമായിരിക്കുന്ന ദൈവം. യഹോവ നിസ്സി, ഞങ്ങളുടെ ജയക്കൊടിയായിരിക്കുന്നവൻ. യഹോവ എൽ ഷഡായ്, സർവശക്തനായിരിക്കുന്ന ദൈവം. യഹോവ ഈരെ, ഞങ്ങൾക്കായി കരുതുന്നൊരു ദൈവം. യഹോവ ഷമ്മ, ഞങ്ങളോട് കൂടെ ഇരിക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. അപ്പച്ച, യഹോവയുടെ നാമങ്ങൾ അനവധി കർത്താവേ. ആ നാമത്തിലൂടെ വെളിപ്പെടുന്ന യഹോവയുടെ സ്വഭാവവും അനവധി. അപ്പാ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഈ പേരുകളിലെല്ലാം ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ പകൽക്കാലം ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ മക്കളും ഏതു വിഷയത്തിലാണ് അവർ സമാധാനമില്ലാതിരിക്കുന്നു, ജീവിതത്തിൽ ഒരു നന്മയില്ലാതിരിക്കുന്നു, പരാജയം അനുഭവിക്കുന്നു, അവർ ബലഹീനതയിലായിരിക്കുന്നു, ദൈവമേ സ്തോത്രം ചെയ്യുന്ന അവർക്ക് ദൈവമേ തുണ നിൽക്കുവാൻ ആരുമില്ലാതിരിക്കുന്നുവോ കർത്താവേ, അവിടെ നിന്ന് ഈ നാമങ്ങളിൽ അവരോട് കൂടെ വെളിപ്പെടണമേ. അങ്ങ് യഹോവ ക്ഷമയായി അവരോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഒരു സിംഹം തൻ്റെ കുഞ്ഞിന് വേണ്ടി കർത്താവേ സ്തോത്രം, അത് ഒരു കാട് നടുങ്ങുമാറ് ദൈവമേ അലറി ദൈവമേ ആ എതിർക്കുന്ന ശത്രുവിനെ ദൈവമേ തകർക്കുവാൻ വരുന്നത് പോലെ കർത്താവേ, ഞങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ അടുത്ത് വരുന്ന ഓരോ പ്രിയ മക്കളുടെയും കുടുംബത്തിനും അവരുടെ സകലതിനും വിരോധമായി പിശാച് അലറുന്ന സിംഹം പോലെ കെണി ഒരുക്കി ദൈവമേ അവൻ പതുങ്ങി നടക്കുമ്പോൾ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അവിടെ നിന്ന് രാജാതി രാജാവായി എഴുന്നേറ്റ് പിശാചിൻ്റെ സകല തന്ത്രങ്ങളെയും ദൈവമേ തകർത്ത് കളഞ്ഞ് ഈ പ്രിയ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഇവരെ അവിടെ നിന്ന് ഒരുക്കണമേ. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഞങ്ങളെ അങ്ങ് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങൾ എത്രമാത്രം വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, അത്രമാത്രം പിശാച് ഞങ്ങളുടെ ചിന്തകളെ കുഴക്കി ഞങ്ങളുടെ സംസാരത്തിൽ തെറ്റുകൾ വരുത്തി ഞങ്ങളുടെ പ്രവൃത്തിയിൽ ദോഷങ്ങളെ കൊണ്ടുവരുവാൻ അവൻ പരിശ്രമിക്കുമ്പോൾ, ജീവിതത്തിലെല്ലാം പരാജയമിട്ട് ഞങ്ങൾ ദൈവത്തെ തള്ളിപ്പറയുവാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ കർത്താവേ, ഇതിലെല്ലാം തിരിച്ചറിഞ്ഞ് വിവേചനത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ മുറുകെ പിടിച്ച് ആശ്രയിച്ച് മുന്നിലേക്ക് പോകുവാൻ അവിടെ നിന്ന് ഞങ്ങളെ ഇന്ന് പകൽക്കാലവും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് പകൽക്കാലവും നേരിടുന്ന ചെറുതും വലുതുമായിരിക്കുന്ന സകല വിഷയങ്ങളിൽ നിന്നും അവിടെ നിന്ന് അവർക്ക് തുണ നിൽക്കണമേ. അപ്പ മാനസികമായി മുറിഞ്ഞിരിക്കുന്നവർ, ചില വാക്കുകൾ കൊണ്ട് മുറിഞ്ഞിരിക്കുന്നവർ, പ്രതീക്ഷയ്ക്ക് വിപരീതമായി പലതും ജീവിതത്തിൽ സംഭവിച്ചു പോയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവ്, സർവാശ്വാസങ്ങളുടെയും ദൈവമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെ ഇറങ്ങി വന്ന് അവരോട് മനസ്സലിഞ്ഞ് ദൈവികമായിരിക്കുന്ന ശക്തി അവരിൽ പകർന്ന് കർത്താവെ പിന്നെയും ദൈവമേ ജയിക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില കുഞ്ഞുങ്ങൾ പല പ്രാവശ്യം ചില എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു കർത്താവെ, അവർക്കതിൽ ജയിക്കുവാൻ കഴിഞ്ഞില്ല ദൈവമേ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ എക്സാമൊക്കെ വരുന്നു കർത്താവെ. ആ ദൈവമേ വളരെ ടഫായിരിക്കുന്ന ആ എക്സാം അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ജയം അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ വന്നു പോയിരിക്കുന്ന ദൈവമേ പല എക്സാമുകൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ വന്നു പോയിരിക്കുന്ന നിരാശകൾ, അവരിലുള്ള പരാജയ ഭീതി, അങ്ങനെ ശത്രുവിടുന്ന സകല വെല്ലുവിളികളിൽ നിന്നും കുഞ്ഞുങ്ങളെ അത്ഭുതകരമായി പുറത്തെടുക്കുമാറാകണമെന്ന് ഞങ്ങൾ ഇന്ന് പകൽക്കാലവും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ചില ഭവനത്തിനായി വസ്തു വാങ്ങുന്നതിനായി അഡ്വാൻസ് കൊടുത്തു പ്രതീക്ഷയോടുകൂടി ദൈവമേ കാത്തിരുന്ന ആ കാലാവധികൾക്ക് മുന്നിൽ അത് കൊടുക്കുവാൻ ദൈവമേ ബാക്കി കൊടുത്തു വീട്ടുവാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ആകുലതകളോടുകൂടി ഇരിക്കുന്ന
പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലവും അത്ഭുതകരമായിരിക്കുന്ന വഴികൾ, വാതിലുകൾ അവിടെ നിന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവമേ, വസ്തുക്കൾ വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, കേസിൽ കുരുങ്ങിപ്പോയിരിക്കുന്ന വസ്തുക്കൾ, കർത്താവെ വഴിയില്ലാതിരിക്കുന്ന വസ്തുക്കൾ, തർക്കത്തിലായിരിക്കുന്നത് ദൈവമേ, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സ്വതന്ത്രമാകുവാനായി ഞങ്ങളിന്ന് പകൽക്കാലവും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദേശമെങ്ങും നടക്കുന്ന കൺവെൻഷൻ യോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭവനങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനകൾക്കായി കർത്താവെ സ്തോത്രം, ഉപവാസ പ്രാർത്ഥനകൾക്കായി, പരസ്യ യോഗങ്ങൾക്കായി, രഹസ്യത്തിലും പരസ്യത്തിലും കർത്താവെ മീഡിയയിലൂടെയും ഒക്കെ ദൈവമേ നടക്കുന്ന എല്ലാ ദൈവരാജ്യ സംബന്ധമായിരിക്കുന്ന ശുശ്രൂഷകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടെയൊന്നും ബുദ്ധിയുടെ ശുശ്രൂഷകളല്ല കർത്താവെ, പരിശുദ്ധാത്മാവ് ചലിക്കുവാൻ, ദൈവപ്രവൃത്തികൾ നടക്കുവാൻ, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുവാൻ, മാനസാന്തരങ്ങൾ ഉണ്ടാകുവാൻ, സ്നാനത്തിനായി ജനം അടുത്തു വരുവാൻ കർത്താവെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഭവനത്തിൽ ദൈവമേ, ഭവനങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും ഒന്ന് പകൽക്കാലം കടന്നു വരട്ടെ. ആപത്തുകൾ, അനർത്ഥങ്ങളിൽ നിന്ന് ജനത്തെ അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യുദ്ധഭീഷണി നേരിടുന്ന രാജ്യങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങളാൽ ഭാരപ്പെടുന്ന ദേശങ്ങൾ, ഹല്ലേലൂയ കർത്താവേ സ്തോത്രം, അങ്ങനെയൊക്കെ പലതരത്തിൽ ജീവനും ജീവിതവും ഒക്കെ ഭീഷണിയിലും അപകടത്തിലും ഒക്കെയായി എന്താകുമെന്ന് അറിയാതെ ദൈവമേ, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ വംശീയ വർഗീയ കലാപങ്ങൾ നടക്കുന്ന ദേശങ്ങളിൽ ദൂതന്മാർ കാവൽ നിൽക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച സമയത്തിന് മുമ്പേ ദുഷ്ടൻ പ്രബലനാകുവാൻ ഇടവരുത്തരുതേ. പകൽക്കാലം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വെരിക്കോസ് വെയിനിൻ്റെ പ്രയാസത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ കർത്താവേ സ്തോത്രം, അസ്ഥി സംബന്ധമായിരിക്കുന്ന വേദനകൾ അനുഭവിക്കുന്നവർ, ജോയിൻറ്റ് പെയിനുകൾ അനുഭവിക്കുന്നവർ, കർത്താവേ സ്തോത്രം, കിഡ്നി പ്രോബ്ലം ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവമേ കിഡ്നി സ്റ്റോൺ, ദൈവമേ യൂറിൻ ബ്ലാഡറിലുള്ള കംപ്ലൈൻറ്റുകൾ അനുഭവിക്കുന്നവർ, അങ്ങനെയൊക്കെ പലതരത്തിൽ ഞങ്ങൾ അറിയാതെ ദൈവമേ നാനാ തരത്തിലുള്ള വേദനകളാൽ വിഷമതകളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ആശ്വാസവും വിടുതലുമായി കർത്താവ് ഇന്ന് പകൽക്കാലം ഇറങ്ങി വരണമേ. യാത്രകളിലൊക്കെ ആകുന്ന പ്രിയപ്പെട്ടവർക്കായി ദൈവമേ അവിടെ നിന്ന് അത്ഭുതകരമായ സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ ഇന്നത്തെ ദിവസവും ഞങ്ങളുടെ ഭവനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മാലാഖി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുക ഇല്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഏതിനാൽ എന്നെ പരീക്ഷിപ്പിനെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും. ഹല്ലേലൂയ. സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിൽ എപ്പോഴും സഭകളിൽ പറഞ്ഞു കേൾക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്: ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ഞാൻ നിങ്ങളുടെ മേൽ അനുഗ്രഹത്തെ പകരുകയില്ലയോ. അതിനു മുമ്പേ കർത്താവ് ഒരു കാര്യം പറയുകയാണ്: എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ ആലയത്തിലേക്ക് കൊണ്ടുവരുവൻ. ഈ വാക്യത്തെ ഇന്നത്തെ കാലത്തെടുത്ത് പലപ്പോഴും പല രീതിയിൽ പറയുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ പറയട്ടെ, നമ്മുടെ അധ്വാനത്തിൽ നിന്ന്, നമ്മുടെ അധ്വാനം എന്ന് പറയുമ്പോൾ ഒന്നും നമ്മുടേതല്ല, സകലതും ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് സകലതും നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത്. ഈ ഭൂമി ദൈവത്തിൻ്റെതാണ്, നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെതാണ്, നമ്മുടെ ആരോഗ്യം, ഇതൊന്നും ദൈവം തന്നില്ല എങ്കിൽ നമുക്കൊന്നുമില്ല. അപ്പോൾ ദൈവം നമുക്ക് എന്ത് നൽകിയാലും അതിൽ നിന്ന് ഒരു ഓഹരി എടുത്തു മാറ്റിവെച്ച് ആവശ്യത്തിലിരിക്കുന്നവർക്ക്, വിശന്നിരിക്കുന്നവർക്ക്, നിങ്ങളെ വചനം പഠിപ്പിക്കുന്നവർക്ക്, ആർക്കാണോ ആവശ്യങ്ങളിലിരിക്കുന്നവർ, ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന്, അപ്പോൾ ആഹാരത്തിന് വേണ്ടി ആവശ്യങ്ങളിലിരിക്കുന്നവർക്കായി നമുക്ക് ദൈവം നൽകുന്ന നന്മയുടെ ഒരു ഓഹരി മാറ്റിവെച്ചാൽ, ഹല്ലേലൂയ, കർത്താവ് പറയുന്നു, ആകാശം തുറന്ന് അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ആവശ്യമില്ലാത്തവർക്ക് വേണ്ടി നിങ്ങളുടെ അധ്വാന ഫലത്തെ മാറ്റിവെക്കണമെന്ന് ഒരിക്കലും കർത്താവിൻ്റെ വചനം പറയുന്നില്ല. ആവശ്യത്തിലിരിക്കുന്നവർക്കായി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാമത്തെ അധ്യായത്തിൽ പറയുന്നു: നിങ്ങളുടെ മാംസരക്തങ്ങൾക്ക് നിങ്ങളെ തന്നെ മറയ്ക്കാതിരിക്കുകയും വിശക്കുന്നവർക്ക് നിങ്ങളുടെ അപ്പത്തെ നുറുക്കി കൊടുക്കുകയും അലഞ്ഞു നടക്കുന്നവരെ ചേർത്ത് കൊള്ളുകയും ചെയ്യുന്നതല്ലയോ ഉപവാസമെന്ന്. അപ്പോൾ കർത്താവ് പറയുന്നത്, ഹൃദയം തകർന്ന് ശരീരം വിശന്ന് അങ്ങനെ അലയുന്നവരായിരിക്കുന്നവർക്കായി നാം നമ്മുടെ പ്രാർത്ഥനയും അധ്വാനവും ഒക്കെ ചെലവഴിച്ചാൽ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് ദൈവം നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് കൊടുപ്പിൻ. നിങ്ങൾ കൊടുക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അമർത്തി കുലുക്കി തിരികെ ലഭിക്കും. ഹല്ലേലൂയ. നമ്മൾ അല്പമായി കൊടുത്താൽ, അല്പമായി വിതച്ചാൽ ലോപമായി തന്നെ നാം കൊയ്യും. ധാരാളമായി വിതച്ചാൽ ധാരാളമായി നാം കൊയ്യും. ആവശ്യങ്ങളിലിരിക്കുന്നവർക്കായി നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് ദൈവം തരുന്ന എത്ര കുറച്ച് അവസ്ഥയിൽ നിന്നാണെങ്കിലും, സമ്പത്താകട്ടെ,
നമ്മുടെ പ്രാർത്ഥനയാകട്ടെ ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച് നിങ്ങളും അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ ഇന്ന് പകൽക്കാലവും സഹായിക്കുമാറാകട്ടെ. ആമേൻ.